ഹലോ വെൽക്കം ബാക്ക് ടു DV വ്ളോഗ്സ്. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് എന്താണെന്ന് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമുക്ക് കാണാം. ഞാൻ കുറച്ച് കാലമായി ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, നടക്കാറില്ല. അപ്പോൾ ഇത് ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്, നമ്മൾ ബേബിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ച് നമ്മൾ നേരെ നമ്മുടെ ഗോകുലമാളിൽ കയറി കേട്ടോ. നമ്മുടെ വാവ ഇത് ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെസ്റ്റോന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് നെസ്റ്റോയിലെത്തി. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വരികയാണെങ്കിൽ നല്ല ഓഫേഴ്സ് ഉണ്ട് കണ്ടോ. എൻ്റെ കയ്യിൽ ദുരിയാനാട്ടോ. ദുരിയാൻ എന്നൊരു ഫ്രൂട്ടാണ്. നമ്മൾ പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് നോക്കിയത്. അതൊരു ഫ്രൂട്ട്സിനൊന്നും മാത്രമല്ല കേട്ടോ, എല്ലാ ഐറ്റംസിനും നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഫുൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കേക്ക്സിനും ഒക്കെ നല്ല ഓഫറാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാവതേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങിയിട്ടായിരിക്കും, അവനിങ്ങനെ ഭയങ്കരമായിട്ട് ചീച്ചിലാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. നമ്മൾ ഇതിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ നെസ്റ്റിൽ എന്തോ ഒരു ഓഫർ നടക്കുന്ന ടൈമാണ് തോന്നുന്നു. എനിക്ക് എല്ലാവരും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ വാവേൻ്റെ സ്നെഗ്ഗിയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. ഇത് വാഷബിളാണ്. അപ്പോൾ നമ്മളതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് വാവയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ 2 ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഇവിടേക്ക് മേലോട്ട് കയറി. ഇവിടെ വെച്ചാൽ പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതലായിട്ടും കണ്ടോ ഈ കേക്ക്സിൻ്റെതാട്ടോ എനിക്ക് ഇഷ്ടമായത്. ഈ കേക്ക്സിനൊക്കെ 199 അതുപോലെ തന്നെ നമ്മുടെ ഡ്രീംസ് കേക്കിനൊക്കെ 189 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ഓഫറാണ്, നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കിയിട്ടോ. കാരണം നല്ല ഓഫേഴ്സ് നടക്കുന്ന ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഐറ്റംസ് വാങ്ങേണ്ടതായിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഞങ്ങൾ ഇതേ ഫുഡ് സെക്ഷനിലേക്ക് എത്തി. അവിടുന്ന് നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ ആ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിവിടെ ഇരുന്ന് കഴിക്കുകയാണ്. പക്ഷേ വാവയുള്ളതുകൊണ്ട് നമ്മൾ അധികം ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല കേട്ടോ. കാരണം അവൻ ഫുള്ള് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്ക് ഇടും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഈ ഫുഡിൻ്റെ ഇടയ്ക്ക് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഞാൻ കണ്ടിട്ട് തന്നെ നന്നായി ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അത്രയും നല്ല ഓഫേഴ്സാണ് ഇപ്പോൾ നെസ്റ്റോയിൽ നടക്കുന്നത്. അപ്പോൾ നമുക്കിത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ സെറ്റായിട്ട് നമ്മൾ നേരെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതേ ഒരു ഫ്രൂട്ട് സാലഡ് കണ്ടു കേട്ടോ. ഇത് ഞാൻ മുന്നേ നമ്മൾ ഈ നെസ്റ്റോയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഐറ്റംസ് ഞാൻ മിസ് ചെയ്യാറില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇത് എടുക്കാറുണ്ടായിരുന്നു. 100 ഗ്രാമിന് 110 അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ റേറ്റ്. നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ സാലഡും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതലായിട്ടും എനിക്ക് ഇഷ്ടമായത് സ്പൈസീൻ്റെ മയോണൈസ് ആട്ടോ. അത് ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ കോരി ഒഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത്. അപ്പോൾ അത് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്, എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ഞാനത് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അതൊക്കെ എടുത്ത് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി കേട്ടോ. താഴെയാണ് നമ്മുടെ ശരിക്കുള്ള പേയ്മെൻറ്റ് സെക്ഷൻ ഉള്ളത്. അങ്ങനെ നമ്മളിതേ വാവേനെ ഇങ്ങനെ ഇരുത്തി കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ചു കേട്ടോ. അവൻ പുറത്തിറങ്ങിയപ്പോഴേക്കും അവൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബൈക്കിലാണ് വന്നുകൊണ്ട് അവൻ ഉണരാതെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവൻ ഉണരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. നമ്മുടെ ഗോകുലമാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിരിക്കാനുള്ള സംവിധാനം കൂടി. നമ്മൾ ഈ വാവയ്ക്ക് ഉണർന്ന് നെക്സ്റ്റ് നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ പ്ലാനിങ് മൊത്തം അങ്ങ് മാറി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വീഡിയോയ്ക്ക് ലാസ്റ്റ് ഒരു പ്രത്യേകത ഉണ്ടെന്നത് ഈ ഒരു സൈഡ്, അതായത് തോട്ടത്തിൻ്റെ മുന്നിൽ വെച്ചൊരു സിഗ്നലില്ലേ, അവിടെ വെച്ച് നമ്മുടെ വണ്ടി നമുക്ക് നല്ലൊരു പണി തന്നു. ഒത്തിരി വണ്ടികളെ ബ്ലോക്കാക്കിക്കൊണ്ട് നമ്മുടെ വണ്ടി പെട്ടെന്ന് സ്റ്റക്കായി നിന്നു. അങ്ങനെ നമ്മളിതേ തള്ളി നമ്മുടെ റഹ്മത്തിൻ്റെ റോഡിലേക്ക് കയറ്റിയിട്ടോ. അതുവഴി കുറേ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരാൾ പോലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ പറ്റിയ, വണ്ടിക്ക് എന്താ പ്രശ്നം. ഒരാളും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഏട്ടൻ കണ്ടോ, ഈ ഒരു ചേട്ടനാട്ടോ നമ്മളടുത്ത് വന്നിട്ട് എന്താ വണ്ടിക്ക് പ്രശ്നം എന്നൊക്കെ നോക്കിയതിന് ശേഷം ലാസ്റ്റ് പെട്രോൾ ഇല്ലയെന്ന് മനസ്സിലായപ്പോൾ ഈ ചേട്ടൻ്റെ സ്വന്തം വണ്ടി പോയി എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ പെട്രോൾ വാങ്ങി സഹായിച്ചൊരു വ്യക്തിയാട്ടോ. കാരണം ഇത് ഞാൻ പറയാൻ കാരണം ഒത്തിരി ആളുകൾ അതിനെ പാസ് ചെയ്ത് പോയിട്ട് ഒരാൾ പോലും നമ്മളോട് ചോദിച്ചില്ല. ഈ നേരത്തെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ കാണിച്ച ഈ ചേട്ടൻ്റെ ഒരു മനസ്സുണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. കാരണം കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു നല്ല മനസ്സുണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ഈ ചേട്ടൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഇത് എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ അത്രയേറെ സഹായിച്ചു. ഞാനൊരു ഭാവിയായിട്ട് നടു റോഡിൽ നിൽക്കുകയായിരുന്നു. ചേട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സഹായിച്ച ആ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വണ്ടിയുടെ പ്രശ്നമാണെന്ന് വിചാരിച്ചു. പക്ഷേ ലാസ്റ്റാണ് പെട്രോൾ ഇല്ലയെന്ന് മനസ്സിലായത്. പെട്രോൾ ആരോ ചോർത്തിയതായിരുന്നു. പക്ഷേ ആ ചേട്ടൻ വന്നുകൊണ്ട് നമുക്ക് ഒത്തിരി ഹെൽപ്പായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് കാണാം. ബൈ.